നമസ്കാരം. ഒരു പ്രദേശത്തെയാകെ വെള്ളക്കെട്ടിലാക്കുന്ന വിധത്തിൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറി നികത്തിയ തോട് 14 ദിവസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന നഗരസഭയുടെ ഉത്തരവിൽ ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയില്ല. അതിനിടെ കയ്യേറ്റത്തിന് പിന്നിൽ വമ്പൻ പേരുകാരാണെന്ന് മറുനാടൻ അന്വേഷണത്തിൽ വ്യക്തമായി. ഇത് സംബന്ധിച്ച് നാട്ടുകാർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആലപ്പുഴയിലെ 2 വമ്പൻ ഗ്രൂപ്പുകൾക്കെതിരെയാണ് ആരോപണം. SM സിൽക്സ് എന്ന ടെക്സ്റ്റൈൽ ഗ്രൂപ്പും പോപ്പിക്കുടയുടെ ഉടമസ്ഥനുമാണ് പ്രതിസ്ഥാനത്ത്. ഇതോടെ തോട് പുനഃസ്ഥാപിക്കാത്തതിന് പിന്നിൽ അഴിമതി സംശയവും കടന്നുവരികയാണ്. ആലപ്പുഴ ജില്ലാ കോടതിക്ക് പടിഞ്ഞാറ് വശം കിടങ്ങാമ്പറമ്പ് വാർഡിൽ കയർ മെഷീൻ ടൂൾസ് കമ്പനിയുടെ വടക്കേയറ്റത്താണ് സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി പുറമ്പോക്ക് ഭൂമി കയ്യേറുകയും തോട് നികത്തുകയും ചെയ്തത്. 10 വർഷം മുൻപ് നടന്ന കയ്യേറ്റത്തിന്റെ ഫലമായി മഴക്കാലത്ത് പ്രദേശമാകെ വെള്ളക്കെട്ടിലാകുന്നത് പതിവായി. വീടിനുള്ളിൽ വരെ വെള്ളം കയറുന്നതിനാൽ മഴക്കാലത്ത് പലരും ബന്ധുവീടുകളിലേക്കും താമസം മാറും. ഭൂമി കയ്യേറിയവർ ഈ സ്ഥലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി അയൽവാസിയുടെ മതിൽ പൊട്ടിച്ച് പുരയിടത്തിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട സംഭവമുണ്ടായി. അനധികൃത കയ്യേറ്റത്തിനെതിരെയും തോട് നികത്തിയതിനെതിരെയും സനാതനം റെസിഡൻസ് അസോസിയേഷൻ 2015 മുതൽ റവന്യൂ അധികൃതർക്ക് പരാതി നൽകുന്നുണ്ട്. ഇതെല്ലാം മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും വാർത്തയാക്കി. പക്ഷേ ആരാണ് കയ്യേറിയതെന്ന് മാത്രം പറഞ്ഞില്ല. കയ്യേറ്റം നടന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് റവന്യൂ അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തി. തുടർന്നാണ് നികത്തിയ തോട് പൂർവ്വസ്ഥിതിയിലാക്കാൻ കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകാൻ നഗരസഭയ്ക്ക് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയത്. അനധികൃതമായി കയ്യേറി നികത്തിയ തോട് 14 ദിവസത്തിനകം പഴയ സ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നവംബർ 6-ന് കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകി. 14 ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നഗരസഭ ഇവ പൊളിച്ചു മാറ്റുമെന്നും ഇതിനുള്ള ചെലവ് കയ്യേറ്റക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും നോട്ടീസിലുണ്ടായിരുന്നു. എന്നാൽ ഒരു മാസമായിട്ടും കയ്യേറ്റം ഒഴിവാക്കി തോട് പഴയ സ്ഥിതിയിലാക്കാൻ കയ്യേറ്റക്കാർ തയ്യാറായിട്ടില്ല. നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകിയതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയും തയ്യാറാകുന്നില്ല. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയായിരുന്നു പ്രദേശവാസികൾ. ഈ പരാതിയിലാണ് 2 വമ്പൻ ഗ്രൂപ്പുകൾക്കെതിരെ ആരോപണമുള്ളത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ നാട്ടുകാരുടെ പ്രധാന ആക്ഷേപങ്ങൾ ഇങ്ങനെയാണ്. ആലപ്പുഴ ജില്ലാ കോടതിക്ക് പടിഞ്ഞാറ് വശം കിടങ്ങാമ്പറമ്പ് വാർഡിൽ കയർ മെഷീൻ ടൂൾസ് കമ്പനിയുടെ വടക്കേയറ്റം അനധികൃതമായി പുറമ്പോക്ക് ഭൂമി കയ്യേറി നീർച്ചാൽ നികത്തിയവർക്കെതിരെ അവ പൊളിച്ചു നീക്കി പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ നോട്ടീസ് അയച്ചു. 14 ദിവസത്തിനകം അനധികൃത കയ്യേറ്റം പൊളിച്ച് തോട് പുനഃസ്ഥാപിച്ച് നൽകണമെന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആക്ട് പ്രകാരം പൊളിച്ച ശേഷം ചിലവായ തുക ഈടാക്കുമെന്നും നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോട്ടീസ് മുഖേന അറിയിച്ചിട്ടുണ്ട്. നോട്ടീസ് കിട്ടി ഒരു മാസം കഴിഞ്ഞിട്ടും കയ്യേറ്റക്കാർ കയ്യേറി ഭൂമി വിട്ടു നൽകിയില്ല. എന്തു വന്നാലും ഭൂമി വിട്ടുതരില്ല എന്ന ഹുങ്കാണ് കയ്യേറ്റക്കാർക്ക്. പണവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള ഇവർ നിയമത്തെ പോലും വെല്ലുവിളിക്കുകയാണ്. SM സിൽക്സ് ഉടമസ്ഥരായ 3 സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ഥലം കയ്യേറിയിരിക്കുന്നത്. സന്തോഷ്, സുരേഷ്, പ്രിയ രാജേഷ്. ഈ കുടുംബത്തിലെ സന്തോഷ് സ്വന്തം വീടിന്റെ പുറകിലെ തോട് നികത്തി മരങ്ങളും വെച്ച് ഗോഡൌണും സെപ്റ്റിക് ടാങ്കും കെട്ടിയത് മൂലമുണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അയൽവാസിയുടെ മതിൽ പൊട്ടിച്ച് വെള്ളമൊഴുക്കുക മാത്രമല്ല, അവരുടെ മതിലിന്റെ മുകളിൽ അനുമതിയില്ലാതെ ഷീറ്റും അടിച്ച് മതിൽ മൊത്തം പൊട്ടിക്കുകയും ചെയ്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആ വീട്ടുകാരനുണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ കയ്യേറ്റക്കാരൻ പോപ്പിക്കുടകളുടെ ഉടമസ്ഥൻ ഡേവിസ് തയ്യിലാണ്. ഇയാൾ നീർച്ചാൽ നീളത്തിൽ നികത്തി 2 സ്ഥലങ്ങൾ ഒന്നാക്കിയെടുത്തു. 12 മുതൽ 15 ലക്ഷം രൂപ വരെ വിലയുള്ള ഏകദേശം 9 സെന്റ് മിച്ചഭൂമി നികത്തി എടുത്തിരിക്കുകയാണ് കയ്യേറ്റക്കാർ. പോപ്പി ഉടമസ്ഥൻ ഡേവിസും SM ഉടമസ്ഥൻ സന്തോഷും ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ അടുത്തടുത്ത സ്ഥലങ്ങൾ സർവേ തരികിടയും കാണിച്ച് ഒന്നിച്ച് നികത്തിയെടുത്തതാണ്. ഏതെങ്കിലും സാധാരണക്കാരൻ ഇതുപോലെയൊരു ക്രിമിനൽ കുറ്റം ചെയ്താൽ എന്താകുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ജനങ്ങളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഈ കയ്യേറ്റം എന്തുകൊണ്ട് ഒഴിപ്പിച്ചില്ല എന്ന് അന്വേഷിക്കേണ്ടതാണ്. റവന്യൂ ഉദ്യോഗസ്ഥരും മുനിസിപ്പൽ ഉദ്യോഗസ്ഥരും ഇതിനൊക്കെ കൂട്ടുനിന്നിട്ടുള്ളത് സത്യമാണെന്നുമാണ് ആക്ഷേപത്തിൽ പറയുന്നത്.